നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. സന്തോഷകരമായ ഒരു ജീവിതത്തിനും സമാധാനപരമായ ഒരു ജീവിതത്തിനും ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോസാണ് നാം ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം സെറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ ചിന്തിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തുകയും അതിനെക്കുറിച്ച്, ആ ഗോളിനെ കുറിച്ച്, ആ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടിയായിരിക്കണം നാം സെറ്റ് ചെയ്യേണ്ടത്. അത്തരം ഗോൾ സെറ്റിങ്ങിനെ സഹായിക്കുന്ന തരത്തിലുള്ള 7 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി നാം പ്രതിപാദിക്കുന്നത് റിഫ്ലക്റ്റ് ഓൺ യുവർ വാല്യൂസ് ആൻഡ് പ്രയോറിറ്റീസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും നല്ല വാല്യൂസ് എന്തൊക്കെയാണ്, നമ്മുടെ നിലപാടുകൾ എന്തൊക്കെയാണ്, നാം എന്തിനെയൊക്കെയാണ് വിലമതിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നാം പ്രയോറിറ്റി നൽകേണ്ടത് എന്നൊക്കെ കൃത്യമായ പരിശോധന നടത്തി അത്തരം കാര്യങ്ങളുമായി ഇഴകിച്ചേർന്ന് പോകാൻ കഴിയുന്ന രീതിയിൽ, അതിനോട് സമരസപ്പെട്ടു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യമാണ്, ഒരു ഗോളാണ് നാം സെറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നാം ഇമ്പോർട്ടൻ്റ് നൽകുന്നത് എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കണം നാം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കോർ വാല്യൂസും നമ്മുടെ പ്രയോറിറ്റിയും ഉള്ളടക്കം ചെയ്യപ്പെടുന്നതായിരിക്കണം നമ്മുടെ ഗോൾ. രണ്ടാമതായി നാം ഡിസ്കസ് ചെയ്യുന്നത് അസസ് യുവർ കറന്റ് സിറ്റുവേഷൻ. നമ്മുടെ നിലവിലുള്ള അവസ്ഥ എങ്ങനെയാണ് എന്ന് കൃത്യമായി അസസ് ചെയ്യുക. അതിനെക്കുറിച്ച് കൃത്യമായ പഠനം നാം നടത്തുക, ഒരു അവലോകനം നാം നടത്തുക. എന്തൊക്കെയാണ് നിലവിൽ നമ്മുടെ സ്ട്രെങ്ത്, എന്തൊക്കെയാണ് വീക്ക്നെസ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ്, എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതോടൊപ്പം നാം മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഭീഷണികൾ, തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകും എന്നതിനെ ഒക്കെ കൃത്യമായി അസസ് ചെയ്തുകൊണ്ടായിരിക്കണം നാം ഗോൾ സെറ്റ് ചെയ്യുന്നത്. മൂന്നാമതായി നാം പറയുന്നത് ഐഡന്റിഫൈ യുവർ ലോങ് ടൈം വിഷൻസ്. നമുക്കൊരു മുന്നോട്ട് പോകാൻ നമുക്കൊരു വിഷൻ, നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടാകും. ഒരു 10 വർഷക്കാലം, ഒരു 5 വർഷത്തിന് ശേഷം, അല്ല എങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം ഞാൻ ഇങ്ങനെയായിരിക്കണം, ഇതാണ് 10 വർഷം കൊണ്ട് എനിക്ക് ഇന്നതൊക്കെ നേടണം, എൻ്റെ അവസ്ഥ ഇന്നതായിരിക്കണം എന്ന ഒരു കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. ഒരു ലോങ് ടൈം വിഷൻ ഉണ്ടാകണം. ആ 5 വർഷമോ 10 വർഷമോ നാം ഒരു ലോങ് ടൈം വെക്കുന്ന ആ വിഷനെ, ആ കാഴ്ചപ്പാടിനെ, ആ ലക്ഷ്യത്തെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാക്കി മാറ്റുക. ഒരു മാസത്തിൽ നാം ഇന്നത് ചെയ്യണം, 6 മാസം കൊണ്ട് ഇന്നത് ചെയ്യണം, 1 വർഷം കൊണ്ട് ഞാൻ ഇന്നത് ചെയ്യണം, 2 വർഷം, 3 വർഷം, 4 വർഷം, അങ്ങനെ 5ാമത്തെ വർഷം എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന രീതിയിൽ അതിനെ ചെറിയ ചെറിയ കാര്യങ്ങളാക്കി, ലക്ഷ്യങ്ങളാക്കി മാറ്റുക. ചെറുതും നമുക്ക് അച്ചീവ് ചെയ്യാൻ എളുപ്പവുമായ കാര്യങ്ങളാക്കി മാറ്റി നാം ആ ഒരു 5 വർഷം കൊണ്ട്, 10 വർഷം കൊണ്ട് നാം ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ അതിനെ സജ്ജീകരിക്കുക. നാലാമതായി നാം പറയുന്ന കാര്യം, നാം പല വീഡിയോകളിലും മുന്നേ പറഞ്ഞ കാര്യമാണ്, സ്മാർട്ട് ഗോൾ ആയിരിക്കണമെന്ന്. സ്മാർട്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബോണ്ട് ആയിരിക്കണം. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള, നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന, യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള, സമയബന്ധിതമായിട്ടുള്ള ഒരു ഗോളായിരിക്കണം നാം സെറ്റ് ചെയ്യേണ്ടത്. ഈ സ്മാർട്ട് ഗോളിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഗോൾ സ്മാർട്ടായിരിക്കണം. 5ാമതായി നാം മുന്നോട്ട് വെക്കുന്നത് ക്രിയേറ്റ് എ ആക്ഷൻ പ്ലാൻ. കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ കൃത്യമായ സമയത്ത് ഇന്നത് ചെയ്യണം എന്നതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളെ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ. നമുക്ക് എളുപ്പത്തിൽ പ്രയാസമില്ലാതെ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങളെ ചിട്ടപ്പെടുത്തിയ ഒരു ആക്ഷൻ പ്ലാൻ. ആ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഏതൊക്കെ രീതിയിലുള്ള റിസോഴ്സുകൾ നാം ഉപയോഗപ്പെടുത്തണമെന്നും അത് എവിടെ നിന്നെല്ലാം ലഭിക്കുമെന്നും ഏതൊക്കെ സമയങ്ങളിൽ കൃത്യമായി നാം അതിനെ സ്വരുക്കൂട്ടുമെന്നും
ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് ആവശ്യമായി വരുമെന്നും ആ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളെ നമ്മൾ എങ്ങനെയൊക്കെ കണ്ടെത്തുമെന്നും നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ എത്തുമെന്നും ആ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ എങ്ങനെയാണ് നാം മാനേജ് ചെയ്തു പോകുക എന്നതും നമ്മുടെ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി നാം കൃത്യമായ ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തിയെടുക്കണം. ആറാമത്തെ കാര്യമായി നാം പറയുന്നത് ട്രാക്ക് യുവർ പ്രോഗ്രസ്. നമ്മുടെ വളർച്ചയെ കൃത്യമായി നാം അസസ് ചെയ്യണം, അതിനെ ട്രാക്ക് ചെയ്യണം. റെഗുലറായി നിത്യേന നാം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ പ്രോഗ്രസ്സിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അതിനെ ഓഡിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇന്നലെ നാം എവിടെയായിരുന്നു, ഇന്നത്തെ ദിവസത്തിൽ നാം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി, എന്തെല്ലാം പ്രോഗ്രസ് വരുത്തി എന്ന് കൃത്യമായി നാം കണക്കെടുപ്പ് നടത്തണം. നമ്മുടെ ഡെയിലി അസസ്മെന്റിൽ നാം കണ്ടെത്തുന്ന നമ്മുടെ അച്ചീവ്മെന്റുകളെ മനോഹരമായ രീതിയിൽ തന്നെ നാം സെലിബ്രേറ്റ് ചെയ്യുക. അത് നമ്മുടെ മോട്ടിവേഷൻ ലെവൽ ഉയർത്താൻ നമ്മളെ സഹായിക്കും. അതോടൊപ്പം നാം കണ്ടെത്തുന്ന എന്തെങ്കിലും സെറ്റ്ബാക്കുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നാം കണ്ടെത്തിയാൽ, എന്തെങ്കിലും വീഴ്ചകൾ നാം കണ്ടെത്തിയാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം. ഏഴാമത്തെ കാര്യം, സ്റ്റേ ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്കൊരിക്കലും മുന്നേ തീരുമാനിക്കാൻ കഴിയാത്ത തരത്തിൽ സാഹചര്യങ്ങൾ മാറി വന്നേക്കാം, അപ്രതീക്ഷിതമായി പലതും സംഭവിച്ചേക്കാം. ആ സമയങ്ങളിലൊക്കെ കൃത്യമായി ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ റൂട്ട് മാറ്റാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവ് നാം നേടിയെടുക്കണം. അതോടൊപ്പം പുതിയ സാഹചര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യാനും, നമുക്കറിയാം കാലം മുന്നോട്ട് പോകുമ്പോൾ ടെക്നോളജികളും മറ്റും വളരെയധികം വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ഡേഷൻ നടത്താനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഫ്ലെക്സിബിളും അഡാപ്റ്റബിളും ഒക്കെ ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി നാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നാം ഒരു ലക്ഷ്യത്തെ സ്ഥാപിക്കുമ്പോൾ, നാം ഒരു ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ, ഒരു ഗോൾ നാം സെറ്റ് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള കൃത്യതയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നാം ഈ പറഞ്ഞ 7 കാര്യങ്ങൾ. ഇത് നമ്മുടെ ഗോൾ സെറ്റിങ്ങിനെയും ലക്ഷ്യം മുന്നിൽ കാണുന്നതിനുമൊക്കെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാം ഒരുമിച്ച് വിജയത്തിലേക്ക് മുന്നോട്ട് പോകാം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒരു സാഫല്യവും ഒക്കെ കരഗതമാക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.